എടി എനിക്ക് പായസം ഉണ്ടാക്കി തരാവോ? കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. കുട്ടൂസ, നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണ്? ഇതൊന്നും ലുട്ടാപ്പിയെ കണ്ട. നിങ്ങൾ പറഞ്ഞോണ്ട് അതുപോലെ നടക്കട്ടെ. എന്നോട് പറയാതെ രഹസ്യമായി പായസം ഉണ്ടാക്കി കുടിക്കാല്ലേ? അത് ഞാൻ ശരിയാക്കി തന്നേക്കാം. ഈ ലുട്ടാപ്പിയോടാ കളി. നല്ല സ്വാദോടെ പായസം ഉണ്ടാക്കി കൊടുക്കാം. കുട്ടൂസനെ ഇഷ്ടപ്പെടും. പായസം കാണുന്നില്ലല്ലോ. ഡാഗിനി, പായസം എന്തിയേ? അയ്യോ, പായസം എന്തിയേ? കുട്ടൂസന്റെയും ഡാഗിനിയുടെയും കളി എന്നോടാണോ? ഇപ്പം വീട്ടിൽ കിടന്ന് രണ്ടുപേരും തല്ലായിരിക്കും. അപ്പൊ ഞാൻ ഇവിടുന്ന് പായസം കുടിക്കട്ടെ. ലുട്ടാപ്പി, നീ കാണിക്കുന്നത് തെറ്റാണ്. നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നീ ആരാടാ എന്നോട് പറയാൻ? നീ നിന്റെ കാര്യം നോക്കിയാ മതി, എന്നെ ഉപദേശിക്കാൻ വരണ്ട. എടാ, നിനക്ക് കിട്ടേണ്ട പണി കിട്ടുമ്പോ നീ പഠിക്കും. ഡാഗിനി, എന്നാലും എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പായസം എവിടെ പോയി? എനിക്കതിന്റെ രുചി പോലും അറിയാൻ സാധിച്ചില്ല. ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ പായസം ഉണ്ടാക്കി തരാം. പക്ഷേ പായസം ആരാ എടുത്തതെന്ന് കണ്ടുപിടിക്കണം. ഈ പായസം വെച്ച് ഞാൻ കണ്ടുപിടിക്കും ആരാ പായസം എടുക്കുന്നതെന്ന്. ഇന്നും പായസം ഉണ്ടോ? ഇന്നലെ കഴിച്ച പായസം നല്ല സ്വാദുണ്ടായിരുന്നു. ആരും കാണാതെ ഈ പാത്രം എടുത്തോണ്ട് പോയേക്കാം. കുട്ടൂസ, ഇപ്പൊ കണ്ടില്ലേ, കള്ളം പിടിയിൽ വന്നു. ഇനി നമുക്കൊരു പണി കൊടുക്കാം. കുട്ടൂസ, നമുക്ക് ലുട്ടാപ്പി ഒരു പാഠം പഠിപ്പിക്കാം. എന്ത് പണി എനിക്ക് മനസ്സിലായില്ല. കുട്ടൂസ, അതൊക്കെ ഞാൻ ചെയ്തു കാണിച്ചു തരാം. എടാ ലുട്ടാപ്പി, നീ ഞങ്ങൾക്കുണ്ടാക്കിയ പായസം എടുത്തു കൊണ്ടുപോകും അല്ലേ? നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്നും പായസം? ചക ചക ചക. ഇതെന്തൊരു മറിമായം! എല്ലാ ദിവസവും പായസം കുടിക്കാം. ഞാനൊരു ഭാഗ്യവാൻ തന്നെ. ഇത് നിന്റെ അവസാനത്തെ പായസത്തീറ്റയായിരിക്കും. നല്ല മണമുള്ള പായസം ഇരുന്ന് കഴിക്കട്ടെ. അയ്യോ, എരിവ്! അയ്യോ. എടാ, നിനക്ക് കിട്ടേണ്ട പണി കിട്ടുമ്പോ നീ പഠിക്കും. കുട്ടൂസ, ഡാഗിനി, ഞാൻ നിങ്ങളോടൊരു തെറ്റ് ചെയ്തു. നിങ്ങൾ ഉണ്ടാക്കിയ പായസം ഞാൻ എടുത്തു കുടിച്ചു. എന്നോട് ക്ഷമിക്കണം. ലുട്ടാപ്പി, എനിക്കറിയാം നീ മാത്രമേ പായസം എടുക്കത്തുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെയാ ഞാൻ പായസത്തിൽ കുരുമുളക് ചേർത്തത്.